ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറിന് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ എങ്ങനെ നമുക്ക് തിരിച്ച് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ണ്ട് 4D എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റം അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡെസിമൽ ആക്കണം എന്നിരിക്കട്ടെ. മീൻസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെസിമലാണ് വരുന്നത്, ഡെസിമലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ നമുക്കൊരു ബൈനറി നമ്പറാണ് തന്നിരിക്കുന്നതെന്നിരിക്കട്ടെ. ഒരു ബൈനറി നമ്പറാണ് തന്നിരിക്കുന്നത്. ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആണ്. അതിനെ നമുക്ക് എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം? 2⁻0 ഇൻറ്റു ഫസ്റ്റത്തെ ഡിജിറ്റ് പ്ലസ് 2⁻1 ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ സം കണ്ടുപിടിച്ചാണ് നമ്മൾ ബൈനറിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഡെസിമലാക്കുന്നത്. ഇനി അതല്ല സെക്കൻഡ് കേസിൽ നമുക്കൊരു ഒക്ടൽ നമ്പറാണ് തന്നിരിക്കുന്നതെന്നിരിക്കട്ടെ, അതിൻ്റെ ബേസ് 8. ഈ ഒക്ടലിൽ നിന്ന് നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? 8⁻0 ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് 8⁻1 ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്, ഇങ്ങനെ ചെയ്ത് പോകാം. ഇനി അതുമല്ല, നമുക്കൊരു ഹെക്സാഡെസിമൽ നമ്പറിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിനെ എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 16⁻0 ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് 16⁻1 ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ്, ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. ഇങ്ങനെയാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ, മീൻസ് ഡെസിമലിലേക്കാണ് എന്തെങ്കിലും ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഡെസിമൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്കാണ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലാസ്റ്റത്തെ കേസാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് ആക്കാൻ പോവാം. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ ഡിജിറ്റിനെയും 16ൻ്റെ പവേഴ്സിനെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 16⁻0 ഇൻറ്റു, നമ്മൾ ഈ ഒരു ഡിറക്ഷനിലേക്കാണ് നോക്കുന്നത്, 16⁻0 ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ് D പ്ലസ് 16⁻1 ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് 4. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഹെക്സാഡെസിമൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ABCDEF എന്ന് പറയുന്ന ഡിജിറ്റ്സാണ് 10, 11, 12, 13, 14, 15 പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്നത് എന്താണ്? 13 ആണ്. അതായത് 16⁻0 ഇൻറ്റു 13 പ്ലസ് 16⁻1 ഇൻറ്റു 4. ഇനി വേറൊരു കാര്യം നമുക്കറിയാവുന്നതാണ്, എനി നമ്പർ ⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 ഇൻറ്റു 13 പ്ലസ് 16 ഇൻറ്റു 4 എന്താണ്? 64. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, 7, 1, 7. ഇത് 7 ആണ്. നെക്സ്റ്റ് ആയിട്ടൊരു നമ്പറിനെ എടുത്തിരിക്കുന്നത് 4D.B എന്ന് പറയുന്നൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിനെ നമുക്ക് എങ്ങനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, 0 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ഒരു സൈഡിലേക്ക് 1, 2 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സും മറു സൈഡിലേക്ക് -1, -2 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പേഴ്സും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ 16ൻ്റെ പോസിറ്റീവ് പവേഴ്സ് എടുത്ത് 16⁻0, 16⁻1 അങ്ങനെ. അപ്പോൾ പോയിൻ്റ് ഇട്ട് വരുന്ന കേസിൽ നമ്മൾ 16ൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള പവേഴ്സിനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ 4D എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്താണ്? മുകളിൽ കണ്ടുപിടിച്ചു, 77 ആണ്. അടുത്തത് 0.B എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്താണ്? ഇവിടെ നമ്മൾ 16⁻0, 16⁻1 വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ പോയിൻറ്റിൻ്റെ മറു സൈഡിലേക്ക് വരുമ്പം 16⁻1 ഇൻറ്റു B ചെയ്യാം. ഇനി നമുക്കറിയാം B എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആയിട്ട് 11 ആണ്. എനി നമ്പർ ⁻1 എന്ന് പറയുന്നത് 1 ആ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/16 ഇൻറ്റു Bക്ക് പകരം 11, 11/16 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫൈനൽ ആൻസർ എടുത്തെഴുതാം, 77.687.